പരീക്ഷയിൽ കോപ്പിയടിക്കാൻ വേണ്ടി ആൺകുട്ടി ചെറിയ നോട്ടുകൾ ഷൂസിനടിയിൽ ഒളിപ്പിക്കുകയായിരുന്നു. അവൻ താഴേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ അധ്യാപകന് സംശയം തോന്നി. എന്നാൽ എല്ലായിടത്തും പരിശോധിച്ചിട്ടും ഒന്നും കണ്ടെത്താനായില്ല. അതേസമയം മറ്റൊരു ആൺകുട്ടി കൈയിൽ നോട്ടുകൾ ഒളിപ്പിച്ച ഒരു വ്യാജവിരൽ കൊണ്ടുവന്നിരുന്നു. അധ്യാപകൻ കൈകൾ കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവന് 5 വിരലുകൾക്ക് പകരം പെട്ടെന്ന് 6 വിരലുകളുണ്ടായത് അദ്ദേഹം ശ്രദ്ധിച്ചതേയില്ല. എന്നാൽ അവർ മാത്രമായിരുന്നില്ല കോപ്പിയടിച്ചത്. ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളും വ്യത്യസ്തമായ തന്ത്രങ്ങളാണ് ഉപയോഗിച്ചത്. ചിലർ ഉത്തരങ്ങൾ വസ്ത്രങ്ങൾക്കടിയിൽ എഴുതിയിരുന്നു. ചിലർ വാച്ചുകൾക്കടിയിൽ ഒളിപ്പിച്ചു. ഒരാൾ അവളുടെ ഹെഡ്ബാൻഡിനുള്ളിൽ നോട്ടുകൾ തുന്നിച്ചേർത്തു. ക്ലാസ്സിലെ എല്ലാവരും കോപ്പിയടിക്കുകയാണെന്ന് അധ്യാപകന് ഉറപ്പായിരുന്നു. എന്നിട്ടും ഒരാളെപ്പോലും കൈയോടെ പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവിടെ മറ്റൊരു ആൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. അവൻ തന്റെ പേന ക്ലാസ്സിന് പുറത്തിരിക്കുന്ന കൂട്ടുകാരനുമായി ബന്ധിപ്പിച്ച ഒരു ചെറിയ ഉപകരണത്തിൽ വെച്ചു. കൂട്ടുകാരൻ എന്തെഴുതിയാലും ആൺകുട്ടിയുടെ കൈ തനിയെ അതനുകരിച്ച് എഴുതുമായിരുന്നു. എല്ലാം തികച്ചും നന്നായി നടക്കുമ്പോഴാണ് എങ്ങുനിന്നോ ഒരു ഈച്ച പ്രത്യക്ഷപ്പെട്ടത്. ഈച്ചയെ ഓടിക്കാൻ കൂട്ടുകാരൻ കൈ വീശിയപ്പോൾ പരീക്ഷയ്ക്കിടയിൽ ആൺകുട്ടിയുടെ കൈ നിയന്ത്രണാതീതമായി ചലിക്കുകയും അവൻ പേന കൊണ്ട് അധ്യാപകനെ അറിയാതെ കുത്തുകയും ചെയ്തു.